ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്ന പേപ്പറിൽ നമ്മൾ 2 ചാപ്റ്റർ കഴിഞ്ഞു. MS വേഡ് അതുപോലെ തന്നെ MS എക്സലിൻ്റെയും 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഈ പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അതിൽ നമ്മൾക്ക് കമ്പ്യൂട്ടർ എന്താണ്, ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്, അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലായിരുന്നു കമ്പ്യൂട്ടർ, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതേപോലെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ്, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഈ ഒരു ഭാഗം പഠിച്ചത് കൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഓടിച്ചു പോകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. ഓക്കെ, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? എ കമ്പ്യൂട്ടർ ഈസ് എ പ്രോഗ്രാമബിൾ ഡിവൈസ് ദാറ്റ് സ്റ്റോഴ്സ്, റിട്രീവ്സ് ആൻഡ് പ്രോസസ് ഡാറ്റ. അല്ലേ, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അത് നമ്മൾ ഇൻഫോർമേഷൻ നൽകുന്നതിനനുസരിച്ച് അത് ആ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്ത് നമ്മൾക്ക് ഔട്ട്പുട്ടിലൂടെ എന്ത് നൽകുന്നു? റിസൾട്ട് നൽകുന്നു. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം, ദ ടേം കമ്പ്യൂട്ടർ വാസ് ഒറിജിനലി ഗിവൺ ടു ഹ്യൂമൻ കമ്പ്യൂട്ടർ who performed numerical calculation using mechanical calculators. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടേം നമ്മൾക്ക് അർത്ഥമാക്കുന്നത് ന്യൂമറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് മെക്കാനിക്കലായിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സച്ച് ആസ് അബാക്കസ് ആൻഡ് സ്ലൈഡ് റൂൾ. The term was later given to mechanical device as the divine began replacing human computers. ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേം മാറ്റിയിട്ട് നമ്മൾ മെക്കാനിക്കൽ ഡിവൈസിലേക്ക് മാറി. പിന്നീട് ടുഡേ കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ. നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, അത് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ്, അതുപോലെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് ആ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു റിസൾട്ട് നമുക്ക് ഷോ ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ് ഡാറ്റ. ആക്സെപ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ടാണ്. നമ്മൾ ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മൾക്ക് എന്ത് ഡാറ്റയാണോ ലഭിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ അങ്ങോട്ട് നൽകുന്നു, അല്ലേ, ഇൻപുട്ടായിട്ട് നൽകുന്നു. ദെൻ പ്രോസസ് ഡാറ്റ നമ്മൾ നൽകിയിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷൻ, നമ്മൾ നൽകിയിട്ടുള്ള ഒരു ഡാറ്റ അതെന്ത് ചെയ്യുന്നു? ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നു. ദെൻ പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു? നമ്മളെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് സ്റ്റോർസ് ദ റിസൾട്ട്. ആ റിസൾട്ട് നമ്മൾക്കിപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ഇപ്പോൾ മോഡേൺ കമ്പ്യൂട്ടറിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്തെല്ലാമാണ് ഡിവൈസസ്, ഏതെല്ലാമാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് കാണുന്നത് നമ്മൾക്ക് ഫസ്റ്റ് പാനൽ ഡിസ്പ്ലേ, നമ്മൾ മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു ഔട്ട്പുട്ട് ഡിവൈസാണ്. നെക്സ്റ്റ് ഈസ് സിസ്റ്റം യൂണിറ്റ്, അതായത് CPU നമ്മൾ പറയുന്നത് നമ്മുടെ മെമ്മറി, അല്ലേ. ഇനി സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസാണ്. പിന്നീട് കീബോർഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസാണ്. നമ്മൾ കീബോർഡിലൂടെയാണ് നമ്മുടെ ഇൻഫോർമേഷൻസ് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മൗസും ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്
ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. ചാൾസ് ബാബേജ് ആണ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലേ. ചാൾസ് ബാബേജ് ഈസ് കോൾഡ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ. ദ ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഡിസൈൻഡ് ബൈ ചാൾസ് ബാബേജ് വാസ് കോൾഡ് അനലിറ്റിക്കൽ എൻജിൻ അല്ലേ. ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ആ ഒരു ചാൾസ് ബാബേജിനെ ആ ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടറിനെ പറയുന്ന പേരാണ് അനലിറ്റിക്കൽ എൻജിൻ എന്ന് പറയും. ഇറ്റ് യൂസസ് റീഡ് ഓൺലി മെമ്മറി ഇൻ ദ ഫോം ഓഫ് പഞ്ച് കാർഡ്സ്. ഇത് യൂസ് ചെയ്തിരുന്നത് ഈ അനലിറ്റിക്കൽ എൻജിൻ എന്ന് പറഞ്ഞാൽ ചാൾസ് ബാബേജിൻ്റെ ഫസ്റ്റ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിരുന്നത് റീഡ് ഓൺലി മെമ്മറി ഇൻ ദ ഫോം ഓഫ് പഞ്ച് കോഡ്. Computer is an advanced electronic device that takes raw data as input from the user and process this data under the control of set of instruction called program and gives the results output and saves output for the future use. It can process both numerical and non-numerical calculations. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു റോ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ ഇൻപുട്ടിലൂടെ സ്വീകരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന പ്രോഗ്രാമിനെ എന്നിട്ട് ആ ഒരു പ്രോഗ്രാമിലൂടെ ഔട്ട്പുട്ട് നൽകുന്നതിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. വർക്കിംഗ് ഓഫ് എൻ കമ്പ്യൂട്ടർ. ദ ബേസിക് കമ്പോണൻസ് ഓഫ് എ മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആർ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, സെൻട്രൽ പ്രോസസ് യൂണിറ്റ്, മാസ് സ്റ്റോറേജ് ഡിവൈസ് ആൻഡ് മെമ്മറി. ഒരു ബേസിക് ആയിട്ടുള്ള മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസാണ്. ഇൻപുട്ട് ഡിവൈസ് കീബോർഡ്, മൗസ് ഇതെല്ലാമാണ് ഇൻപുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കർ, അതേപോലെ തന്നെ മോണിറ്റർ, ഇത്രയും കാര്യങ്ങൾ. സെൻട്രൽ പ്രോസസ് യൂണിറ്റ്, അതിലാണ് നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റുകളൊക്കെ വരുന്നത്. മാസ് സ്റ്റോറേജ് ഡിവൈസ്, മെമ്മറി, ഇതെല്ലാമാണ് മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. എ ടിപ്പിക്കൽ മോഡേൺ കമ്പ്യൂട്ടർ യൂസസ് LSI ചിപ്സ് ഫോർ ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ മെയിനായിട്ടുള്ള 4 ഫങ്ഷൻസ് എന്ന് പറയുന്നത് അക്സെപ്റ്റ് ഡാറ്റ. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡാറ്റ അക്സെപ്റ്റ് ചെയ്യുക, അതൊരു ഔട്ട്പുട്ടിലൂടെ അല്ലേ നമ്മുടെ ഇൻഫോർമേഷൻസ് സ്വീകരിക്കുക എന്നുള്ളതാണ് അക്സെപ്റ്റ് ഡാറ്റ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ സ്വീകരിച്ചിട്ടുള്ള ഡാറ്റ, നമ്മൾ നൽകുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഇൻഫർമേഷൻസ് അത് പ്രോസസ്സ് ചെയ്യുക എന്നുള്ള പ്രോസസ് ഡാറ്റ. ഈ പ്രോസസ് ഡാറ്റ എന്ന് പറയുന്നത് പ്രോസസ്സിങ് യൂണിറ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട്. നമ്മൾ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ നൽകി അത് പ്രോസസ്സ് ചെയ്ത് നെക്സ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് വേണ്ട റിസൾട്ട് നൽകുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, റിസൾട്ട് ഷോ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുക, റിസൾട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. സ്റ്റോറേജ് ഡിവൈസുമായി ബന്ധപ്പെട്ട ഫങ്ഷനാണ് നെക്സ്റ്റ്. എന്താണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നീടുള്ള ഫർദർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഏതൊക്കെ തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മോഡേൺ ലെവലിൽ വരെ? സൂപ്പർ കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മൈക്രോ കമ്പ്യൂട്ടർ. ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ചാൾസ് ബാബേജും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാക്സിമം സ്പേസ് യൂസ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു. അതായത് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മോഡേൺ കമ്പ്യൂട്ടർ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിവൈസായിട്ട് മാറി. സൂപ്പർ കമ്പ്യൂട്ടറിന് വലിയൊരു സ്പേസ് തന്നെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ കണ്ടതാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് പവർഫുൾ കമ്പ്യൂട്ടർ ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് ആൻഡ് ഡാറ്റ പ്രോസസ്സിംഗ് ആർ ദ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്.
Most powerful computer in terms of performance and data processing are the super. These are specialized and task specific computers used by large organization. Large organizations ആയിരുന്നു സ്പെഷ്യലൈസ്ഡ് ആൻഡ് ടാസ്ക് സ്പെസിഫിക് കമ്പ്യൂട്ടേഴ്സ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. These computers are used for research and exploration purposes. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിസർച്ചിന് വേണ്ടിയിട്ടും എക്സ്പ്ലോറേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടുമായിരുന്നു. ലൈക്ക് നാസ യൂസസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഫോർ ലോഞ്ചിങ് സ്പേസ് ഷട്ടിൽസ്. സ്പേസ് ഷട്ടിലിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു നാസ എന്ത് യൂസ് ചെയ്തിരുന്നത്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിരുന്നു. കൺട്രോളിങ് ദം ആൻഡ് ഫോർ space exploration purposes. The supercomputers are very expensive and very large in size. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വെരി ലാർജ് സൈസിലുള്ള ഒന്നാണ്, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി അക്കമഡേറ്റഡ് ഇൻ ലാർജ് എയർ കണ്ടീഷൻഡ് റൂംസ്. It can be accommodated in large air-conditioned room. Some supercomputers can span entire building. Supercomputer on 29th July 25th, President of the United States Barack Obama approved the development of exascale supercomputer. 2015 ജൂലൈ 29 യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ അന്നത്തെ പ്രസിഡൻ്റ് ആയിരുന്ന ബറാക്ക് ഒബാമ അപ്രൂവ് ചെയ്തിട്ടുള്ളത് എക്സാസ്കെയിൽ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയും. ദ എക്സാസ്കെയിൽ സൂപ്പർ കമ്പ്യൂട്ടർ വിൽ ബി 30 times faster and more powerful than today's fast computers. എക്സാസ്കെയിൽ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നിട്ടുള്ളത് ഇന്നത്തെ പവർഫുള്ളായിട്ടുള്ള ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടറിനേക്കാളും 30 മടങ്ങ് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണ്. The need to develop such high performance supercomputers after China's surge in high performance computing. However, the US still top. The list of supercomputer with 233 high performance machines, China has 33 supercomputers, but they lead in the list of the most powerful and high performance supercomputers since June 2013. ഈ യൂസസ് ഓഫ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ യൂസസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിലവിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് മാറ്റം, അതേപോലെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടർ എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. In Pakistan, supercomputers are used by educational institutions like NUST for research purposes. പാകിസ്ഥാനിൽ കൂടുതലായിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്, റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ. പാകിസ്ഥാൻ അറ്റോമിക് എനർജി കമ്മീഷൻ ആൻഡ് ഹെവി ഇൻഡസ്ട്രി ടാക്സില യൂസസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഫോർ റിസർച്ച് പർപ്പസ്. പാകിസ്ഥാൻ്റെ അറ്റോമിക് എനർജി കമ്മീഷനും ഹെവി ഇൻഡസ്ട്രി ടാക്സിലെ എല്ലാം സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ട്? റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട്, സ്പേസിലെ കാര്യങ്ങൾ, അതേപോലെ തന്നെ നാസ യൂസ് ചെയ്യുന്നുണ്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആർ യൂസ്ഡ് ടു സ്റ്റഡി ദ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ്, യൂണിവേഴ്സിൻ്റെ ഒറിജിന് അറിയുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ? Dark matters for the studies of scientist IBM's powerful supercomputer Round Runner as National Laboratory Las Alamos. എർത്ത് ക്വേക്കിൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, അതിൻ്റെ തീവ്രതയൊക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വെതർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടും. ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിംഗ്, ന്യൂക്ലിയർ വെപ്പൺസ്, ആണവായുധങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാം സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പോപ്പുലറായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് IBMൻ്റെ സെക്യൂർ എന്നുള്ളതാണ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ഫുജിസ്റ്റീസ് എന്ന് പറയുന്നിട്ടുള്ള ജപ്പാൻ്റെത്.
IBM's Mira in United States, IBM SuperMUC in Germany, NUDT ടിനാഹെ ഇൻ ചൈന. ഇത്രയാണ് പോപ്പുലർ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഉള്ളത്. ഓക്കെ, താങ്ക് യു.